പ്രജാപിത ബ്രഹ്മകുമാരീസിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിമുക്ത ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സന്ദേശയാത്രയ്ക്ക് പാലാ നഗരസഭ അങ്കണത്തിൽ സ്വീകരണം നൽകി. ധ്യാന പരിശീലനത്തിലൂടെയും ബോധവൽക്കരണത്തിലൂടെയും സമ്പൂർണ്ണ ലഹരിമുക്ത സമൂഹം ലക്ഷ്യമിട്ടാണ് പരിപാടി. ക്യാപ്റ്റൻ സജീവ് നാരായണന്റെയും സഹ ക്യാപ്റ്റൻ രഞ്ജിത്തിന്റെയും നേതൃത്വത്തിൽ നടത്തിയ യാത്രയ്ക്ക് വള്ളിച്ചിറ ബ്രഹ്മകുമാരി ശിവസ്മൃതി ഭവന്റെ ആഭിമുഖ്യത്തിലാണ് സ്വീകരണം ഒരുക്കിയത്. മയക്കുമരുന്നിനെതിരായിട്ട് ലഹരി ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ ലഹരി മുക്ത കേരളം എന്ന ആപ്തവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ലഹരിയിൽ നിന്നും ജനങ്ങളെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി നടക്കുന്ന ഈ വലിയ വാഹന പ്രചരണ ജാഥയ്ക്ക് ആദ്യമായി പാലാ നഗരസഭയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും ഞാൻ നേരുകയാണ്. ഇന്ന് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം, വളരെ അപകടകരമായ രീതിയിൽ ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കുട്ടികളിലും യുവാക്കളിലും ആണ് ഏറ്റവും അധികമായി അവർ ഇതിന് ഇരയാകുന്നത്. ആദ്യം ഒക്കെ ഒരു തമാശന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റ് വല്ലവരും കൊടുക്കുന്ന മധുര പലഹാരങ്ങളോ അല്ലെങ്കിൽ മധുരപാനീയങ്ങളോ ഒക്കെ വെറുതെ അറിയാതെ കഴിച്ചതിന് ശേഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവരതിന് വളരെ വേഗം അടിമപ്പെടുന്ന ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നഗരസഭാ അധ്യക്ഷൻ തോമസ് പീറ്റർ, വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ, നഗരസഭാ അംഗങ്ങളായ സാവിയ കാവുകാട്ട, ജോസിൻ ബിനോദ്, ജോസ് ചീരാങ്കുഴി, മായ പ്രദീപ്, നഗരസഭാ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ലഹരിക്കേറ്റപ്പെട്ട ബോധം കേട്ടുള്ള ഈ ഉറക്കം ലോകത്തെ എന്നേക്കുമായി നശിപ്പിക്കും. അരുത്, ഇനി ഇത് അനുവദിക്കാൻ പാടില്ല. ഉണരൂ, 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 ഉണരൂ സഹോദര, ഉണർന്നെഴുന്നേറ്റാൽ ശല്യം ചെയ്യുന്നത്. അതിനുള്ള ധൈര്യം ആർക്കാണുള്ളത്? എന്നെ ഉണർത്തിയത് ആരായാലും അതിനുള്ള ശിക്ഷ സ്വീകരിക്കാൻ തയ്യാറായിപ്പോൾ കുടുംബത്തിനോടും സമൂഹത്തിനോടും ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ മറന്നത്